മിനിസ്റ്റർ പ്രതികരണമുണ്ടോ? ഈ ചോദ്യം ചോദിച്ചത് മാധ്യമപ്രവർത്തകരാണ്. ചോദിച്ചത് ആരോടാണ്? സുരേഷ് ഗോപിയാണ്. പൊട്ടിത്തെറിക്കും സുരേഷ് ഗോപി, അതല്ലെങ്കിൽ പ്രതികരിക്കും സുരേഷ് ഗോപി എന്നാണ് കരുതിയത്. പക്ഷേ ഒന്നും മിണ്ടാതെ നടന്നു പോകുന്ന പാവം സുരേഷ് ഗോപിയാണ് നാം ഇന്ന് കണ്ടത്. വായിൽ അപ്പമിട്ടതുപോലെ ഒന്നും മിണ്ടാതെ നടന്നുപോയ സുരേഷ് ഗോപി. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. പ്രതികരണമുണ്ടോ? മാധ്യമങ്ങളോട് പറഞ്ഞു ഭേദമുണ്ടോ? മോശമായി സംസാരിച്ചെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? തൃശൂർ എം പി, കേന്ദ്രമന്ത്രി, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറിയത്. മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. മാധ്യമപ്രവർത്തകരോട് പച്ചത്തെറി വിളിച്ചു പറയുകയാണ് ചെയ്തത്. തൃശൂർ എം പി, കേന്ദ്രമന്ത്രി, BJP നേതാവ് ചെയ്തത് എന്നോർക്കണം. അത് മറന്നുപോകരുത്. അതുകൊണ്ട് അതും കൂടി കാണാം. ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനല്? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. അതാണല്ലോ മറുപടി മിനിസ്റ്ററെ. നിങ്ങള് അല്ല, അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതല്ല മിനിസ്റ്റർ, ഇതാണല്ലോ മറുപടി. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. നിങ്ങൾ ആരോടാണ് കളിക്കുന്നത് എന്നറിയാമോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് എന്നറിയാമോ? ഇതാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഞാൻ കേന്ദ്രമന്ത്രിയാണ്, ഞാൻ MP ആണ്, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു ബി കെയർഫുൾ, സൂക്ഷിച്ചോളൂ എന്ന് വെച്ചാൽ ഭീഷണിയാണ്. അതിനുശേഷമാണ് ജോൺ ബ്രിട്ടാസിന്റെ പരാമർശത്തെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നു തെറി, പച്ചത്തെറി. എന്താണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്? നേമത്തെ അക്കൗണ്ട്, നിയമസഭയിൽ BJP തുറന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു, അതുപോലെ തൃശ്ശൂരിലെ അക്കൗണ്ടും പൂട്ടിക്കും എന്നും. അപ്പോഴാണ് സുരേഷ് ഗോപി പറയുന്നത് ഒരക്ഷരം മാറ്റിക്കോ പൂട്ടി എന്നതിൽ നിന്ന് എന്ന് വെച്ചാൽ എന്താണ് സുരേഷ് ഗോപി മനസ്സിൽ വിചാരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു MP, അതും തൃശ്ശൂരിന്റെ MP. തൃശ്ശൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. ആ സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്ന MP പറയുന്ന തെറി, അതും മാധ്യമപ്രവർത്തകരോട്, കേവലം മുന്നിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോടല്ല സംസാരിച്ചത് സുരേഷ് ഗോപി, കേരളത്തിലെ ജനങ്ങളോടാണ്, വിശേഷിച്ച് തൃശ്ശൂരിലെ ജനങ്ങളോടാണ്. തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ നാണിക്കുന്നുണ്ടാകും. ഇങ്ങനെയുള്ള ഒരാളെയാണല്ലോ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചത് എന്നതോർത്ത്. കാരണം അത്രമാത്രം അധപ്പതിച്ചു പോയി സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം സംഘപരിവാർ ആയിക്കഴിഞ്ഞാൽ അവരുടെ വിശേഷ ബുദ്ധിയൊക്കെ പണയം വെച്ച് കളയും എന്ന് എല്ലാവർക്കും അറിയാം. മുൻ DGPമാർ നമ്മുടെ മുന്നിലുണ്ട്, 2 DGPമാർ. അവരുടെ അഭിപ്രായങ്ങൾ, അവരിപ്പോൾ എവിടെയാണ് എന്നത് നാം ഓർക്കണം. മറ്റൊരാളുണ്ട്, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, കേന്ദ്രമന്ത്രി വരെയായി. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാനേ ഇല്ല. അതേ വഴിക്ക് തന്നെയാണ് സുരേഷ് ഗോപിയും എന്ന് പറയേണ്ടി വരുന്നു. കാരണം അതേ രൂപത്തിൽ, അതേ ഭാവത്തിലാണ് സുരേഷ് ഗോപിയും പെരുമാറുന്നത്. ഇത് തൃശ്ശൂരിലെ ജനങ്ങൾ അധികകാലം സഹിക്കും എന്ന് കരുതേണ്ട. എന്താണോ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും എന്ന് ഇപ്പോഴേ ഉറപ്പിച്ചു തൃശ്ശൂരിലെ ജനങ്ങൾ.